നല്ല രുചിയുള്ള ഒരു പാവക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പാവക്ക വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ലെങ്തി കുറവായ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-20 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. 5-6 ചുള വെളുത്തുള്ളി വളരെ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നു. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. ഇത്ര ഉള്ളൊരു പീസ്. കറിവേപ്പില. പൊടികളെല്ലാം അതാത് സമയത്ത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. പുളി, വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 2-3 കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായിട്ടുണ്ട്. ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഉപ്പിട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കണം പാവക്ക. എന്നാലേ പാവക്കയുടെ കയ്പ്പെല്ലാം ഒന്ന് പോവുകയുള്ളൂ. ഉപ്പിട്ട് തിരുമ്മി കഴുകിയ പാവക്കയാണിത്. നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് ഇടുന്നത്. അതൊന്ന് ഇട്ട് നല്ലപോലെ വാട്ടി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് വാട്ടി കൊടുക്കാം. ഉപ്പ് ഞാൻ അത് ഉപ്പിലിട്ടപ്പോൾ ഇട്ടത് കൊണ്ട് കൂടുതൽ ആവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. കുറച്ച് നേരം 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വാട്ടി. പാവക്ക നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഇഞ്ചി ചതച്ചതും ഇഞ്ചി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കും. ഉള്ളി നല്ലവണ്ണം വാടുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളിയും എല്ലാം നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് മുളക് പൊടി കുപ്പിയിലിട്ട് വെച്ച് ബാക്കി വന്നത് ഇങ്ങനെ കവറിൽ തന്നെ വെച്ചതാണ്. അപ്പം തീരും അത് 2 കറി വെക്കുമ്പോൾ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി അല്ല പിരിയൻ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് എരിവില്ലാത്ത പൊടി ആയതുകൊണ്ടാണ് 1.5 ഇടാൻ പറഞ്ഞത്. ഞാൻ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി പൊടികളുടെയും പച്ചമണം മാറാൻ വേണ്ടി നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി നേരത്തെ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. കുറച്ചും കൂടി വെള്ളം പുളിവെള്ളത്തിലിട്ട്. ഇതൊക്കെ ഞാൻ തീ കുറച്ച് വെച്ചാണ് ചെയ്യുന്നത്. ഇതൊട്ടും കയ്പില്ലാത്ത പാവക്ക പുളിക്കറിയാണിത്. എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ പുളിയെല്ലാം മാറും. പിന്നെ പാവക്കയല്ലേ, നേരിയ കയ്പ്പ് എന്തായാലും കാണും. പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി വേറെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലവണ്ണം വേവിക്കുക. കുറച്ച് നേരം അടച്ചിട്ട് വേവിക്കണം. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്.
ഉപ്പ് നോക്കി വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാൻ ഉപ്പ് കുഴച്ച് വെച്ചപ്പോഴും ഉപ്പ് തേച്ച് വെച്ചപ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടായിരുന്നു. അപ്പോഴും കുറവാണ്. പാവക്ക ഒരു സാധനം വളരെ കയ്പ്പായതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു വെജിറ്റബിൾസാണ്. പക്ഷേ ഇങ്ങനെ ഉപ്പൊക്കെ തേച്ച് നല്ലപോലെ വെക്കുകയാണെങ്കിൽ ഒട്ടും കയ്പ്പ് കാണൂല. നല്ല രുചിയുള്ള അടിപൊളി പാവക്കക്കറിയാണിത്. കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിക്കാനിടാം. ഇതിങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലെല്ലാം ഉപ്പും പുളിയും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് വല്ലതും കുറവാണ്, പുളി ഇച്ചിരി മുമ്പിൽ നിൽക്കണം. പക്ഷേ പുളി ഇപ്പോൾ അല്പം കുറവാണ് ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ പുളിയൊക്കെ നല്ലപോലെ ഇറങ്ങി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തക്കാളി ഉണ്ടെങ്കിൽ അതിൽ അരച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ തക്കാളി ചേർക്കുന്നില്ല. ഉലുവയും കായപ്പൊടിയും ഒന്നും ഞാൻ ഇതിന് ചേർക്കുന്നില്ല. വെറും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ ചാറ് പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രേവി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ തിളപ്പിക്കാനിടുക. പുളി നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഇച്ചിരി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാവക്ക മേടിക്കുമ്പോൾ ഇത് തയ്യാറാക്കുന്ന ഒരു പുളിക്കറിയാണിത്. പലതരത്തിൽ ഈ പുളിക്കറി വെക്കാം. ഇന്ന് ഞാൻ ഈ രീതിയിലാണ് വെച്ചത്. പാവക്ക എല്ലാ കറി റെഡി ആയി കഴിയുമ്പോൾ അങ്ങോട്ട് ഇട്ട് വേവിച്ചും വെക്കാവുന്നതാണ്. അതിൽ നേരിയ കയ്പുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് ഞാനിന്ന് വഴറ്റിയെടുത്ത് വെച്ച്. ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ കറി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കണേ. നല്ല രുചിയുള്ള കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം, ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. തേങ്ങ വറുത്തരച്ച് വേണമെങ്കിലും പാവക്ക പുളിക്കറി വെക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റായിരിക്കും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ. കമൻറ്റിലൂടെ നിങ്ങൾ അഭിപ്രായം അറിയിച്ചാൽ നമുക്കിനി അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിടാനുള്ളത് കാണുള്ളൂ. ഇത് ആരും കമൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാനൊന്നും അറിയണില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ ഒന്നും. ഇനി എല്ലാവരും നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.